ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം സൂറത്തും 18-ാം ജുസയിൽ ആകെയുള്ള 3 സൂറത്തുകളിൽ 2-ാം സൂറത്തുമായ സൂറ അന്നൂർ 36 ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കി. ഇന്ന് ഈ സൂറത്തിൻ്റെ അവലോകന ക്ലാസ്സാണ്. നൂർ എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം. 35-ാം ആയത്തിലെ അള്ളാഹു നൂറുസ്സമാവാത്തി വൽ അർദ് എന്ന വാക്യത്തിൽ നിന്നാണ് സൂറത്തിൻ്റെ പേര് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. ആകെ 64 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 64 ആയത്തുകൾ മാത്രമുള്ള ഒരേ ഒരു സൂറത്ത് ഇതാണ്. ഈ സൂറത്ത് മദനീയ ആണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോയതിന് ശേഷം അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൽ 9 റുക്കൂകൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ, ഖണ്ഡികകൾ ആണുള്ളത്. റുക്കു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. മുൻകാല പണ്ഡിതന്മാർ നിസ്കാരങ്ങളിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഓരോ പ്രത്യേക വിഷയം പൂർത്തിയായതിനു ശേഷമാണ് റുക്കുവിലേക്ക് പോരുന്നത്. അത്തരം സ്ഥലങ്ങളെയാണ് ഖുർആനിൽ റുക്കു എന്ന് പറയുന്നത്. ഖുർആനിൽ സാധാരണ ഐൻ എന്നുള്ള അക്ഷരം കൊണ്ടാണ് അത്തരം സ്ഥലങ്ങളെ സൂചിപ്പിക്കാറുള്ളത്. പഴയ മുസ്ഹഫുകളിലൊക്കെ നമുക്ക് ആ ഒരു അടയാളം കാണാം, എന്നാൽ പുതിയ മുസ്ഹഫുകളിൽ അത് പൊതുവേ ഇടാറില്ല. ഇനി ഏതൊക്കെയാണ് ഈ 9 റുക്കൂകൾ? 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ ഒന്നാമത്തെ റുക്കൂൾ, 11 മുതൽ 20 വരെയുള്ളത് രണ്ടാമത്തത്, 21 മുതൽ 27 വരെ 3, 28 മുതൽ 34 വരെ 4, 35 മുതൽ 40 വരെ 5, 41 മുതൽ 50 വരെ 6, 51 മുതൽ 57 വരെ 7, 58 മുതൽ 61 വരെ 8, 62 മുതൽ 64 വരെയുള്ളത് 9. ഈ ഒരു സൂറത്തിൻ്റെ അവതരണകാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഹിജ്റ 5-ാം വർഷമോ 6-ാം വർഷമോ നടന്ന ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞുള്ള മടക്കയാത്രയിലുണ്ടായ അപവാദ സംഭവത്തെ തുടർന്നാണ് ഇത് അവതരിച്ചത് എന്ന് കാണാൻ പറ്റും. ബനുൽ മുസ്തലിഖ് യുദ്ധസംഘത്തിൽ കപടവിശ്വാസികളുടെ വലിയൊരു വിഭാഗവുമായി അബ്ദുല്ലാഹിബിൻ ഉബയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. അപവാദ സംഭവം എന്നത് ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള അപവാദമായിരുന്നു. ഈ സംഭവം ആയിഷ റളിയല്ലാഹു തന്നെ വിവരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോകുന്ന സമയത്ത് ഏത് ഭാര്യയെയാണ് കൂടെ കൊണ്ടുപോകേണ്ടത് എന്ന് നറുക്കെടുത്ത് തീരുമാനിക്കുക പതിവായിരുന്നു. ബനുൽ മുസ്തലിഖ് യുദ്ധവേളയിൽ എനിക്ക് നറുക്ക് കിട്ടുകയും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിച്ച് പോവുകയും ചെയ്തു. മടക്കത്തിൽ മദീനയുടെ സമീപത്തൊരു പ്രദേശത്ത് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താവളമടിച്ചു. നേരം പുലരുന്നതിന് അല്പം മുമ്പ് യാത്ര തുടരാനുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചു. ഞാൻ എഴുന്നേറ്റ് പ്രാഥമിക കാര്യങ്ങൾക്കായി കൂടാരത്തിൻ്റെ പുറത്തുപോയി. തിരിച്ചു വരുമ്പോൾ കൂടാരത്തിൻ്റെ സമീപം വെച്ച് എനിക്ക് ഓർമ്മയായി മാല എവിടെയോ അറ്റു വീണിരിക്കുന്നു എന്ന്. ഞാനതിൻ്റെ അന്വേഷണത്തിൽ മുഴുകി. അതിനിടയിൽ യാത്രാസംഘം പോയി കഴിഞ്ഞിരുന്നു. പുറപ്പെടുന്ന സമയത്ത് ഞാൻ ഒട്ടകക്കട്ടിലിരിക്കുകയും 4 പേർ അതെടുത്ത് ഒട്ടകപ്പുറത്ത് വെക്കുകയുമായിരുന്നു പതിവ്. അക്കാലത്ത് ഭക്ഷണക്ഷാമം കാരണം സാധാരണ ഞങ്ങൾ സ്ത്രീകളെല്ലാം വളരെ മെലിഞ്ഞൊട്ടിയിരുന്നു. അതിനാൽ എൻ്റെ കട്ടിലെടുത്തു വെക്കുമ്പോൾ ഞാനതിൽ ഇല്ല എന്നുള്ള കാര്യം ആളുകൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. അവർ അറിയാതെ വെറും കട്ടിലെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ച് യാത്ര ആരംഭിച്ചു. ഞാൻ മാലയുമായി മടങ്ങിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവസാനം മൂടുപടം എടുത്ത് പുതച്ച് ഞാൻ അവിടെ ഇരുന്നു. വഴിയിൽ വെച്ച് എന്നെ കാണാതാവുമ്പോൾ അവരെന്തായാലും അന്വേഷിച്ചു വരുമെന്ന് ഞാൻ സമാധാനിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിയിരുന്ന സ്ഥലത്തു കൂടി പ്രഭാത സമയത്ത് സഫ്വാൻ ഇബ്നു മുഅത്വൽ സുലമി കടന്നുപോയി. എന്നെ കണ്ട മാത്രയിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാരണം പർദാ നിയമം വരുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു രാവിലെ നേരം വൈകി മാത്രമേ എഴുന്നേൽക്കാറുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം യാത്രാസംഘത്തിൻ്റെ പിന്നിലാവാൻ ചില ഹദീസ് പണ്ഡിതന്മാർ ഇതേ കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വേറെ ചിലർ പറയുന്നു, നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യാത്ര തുടരുന്നതിനാൽ വല്ല സാധനവും അവിടെ വീണുപോയിട്ടുണ്ടെങ്കിൽ, ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ അതെല്ലാം നോക്കിയെടുക്കാൻ അവിടുന്ന് അദ്ദേഹത്തെ പ്രത്യേകം നിശ്ചയിച്ചതായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. അതിനാൽ അദ്ദേഹവും സൈന്യസങ്കേതത്തിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഉണർന്ന് മദീനത്തേക്ക് അദ്ദേഹം പോവുകയാണ്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ഒട്ടകം നിർത്തുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഇവിടെ തങ്ങിപ്പോയോ എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കണ്ണു തുറന്ന് മുഖം മൂടി താഴ്ത്തിയിട്ടു. അദ്ദേഹം എന്നോടൊന്നും സംസാരിച്ചില്ല. ഒട്ടകത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് മുട്ടുകുത്തിച്ചു. അദ്ദേഹം മാറി നിന്നു. ഞാൻ ഒട്ടകപ്പുറത്ത് കയറുകയും അദ്ദേഹം മൂക്കുകയർ പിടിച്ച് നടക്കുകയും ചെയ്തു. ഉച്ചയോടടുത്ത് ഞങ്ങൾ സംഘത്തോടൊപ്പം എത്തി. അവർ മറ്റൊരിടത്ത് ക്യാമ്പടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ കൂടെയില്ലെന്ന് ഇതുവരെ അവരറിഞ്ഞിരുന്നില്ല.
അപവാദ പ്രചാരകർ ഇതിനെക്കുറിച്ച് അപവാദങ്ങൾ ഉയർത്തി. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ആയിരുന്നു മുൻപന്തിയിൽ. എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞുണ്ടാക്കുന്നതെന്ന് ഞാൻ തീരെ അറിഞ്ഞിരുന്നില്ല. മറ്റു റിപ്പോർട്ടുകളിൽ ഇങ്ങനെ കാണുന്നു: സഫ്വാൻ്റെ ഒട്ടകപ്പുറത്ത് ആയിഷ റളിയല്ലാഹു താവളത്തിലെത്തുകയും അവർ പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് വിളിച്ചു കൂവി, അള്ളാഹുവിൽ സത്യം, ഇവൾ സുരക്ഷിതയായല്ല വന്നിട്ടുള്ളത്. നോക്കൂ, നിങ്ങളുടെ നബിയുടെ പത്നി മറ്റൊരാൾ ഒന്നിച്ച് രാത്രി കഴിച്ചുകൂട്ടി, ഇപ്പോൾ ഇതാ അവൻ അവളെ പരസ്യമായി കൊണ്ടുവരുന്നു. മുസ്ലിങ്ങളെ അവർ മികച്ചു നിന്നിരുന്ന ധാർമ്മിക രംഗത്ത് പരാജിതരാക്കാനായിരുന്നു കപടവിശ്വാസികളുടെ ശ്രമം. അപവാദ സംഭവത്തിന് ശേഷം മദീനയാകെ ഇളകി മറിഞ്ഞിരുന്നു. ഈ സന്ദർഭത്തിലാണ് സാമൂഹിക ജീവിതത്തിൻ്റെ നിയമചട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൻ നൂർ അവതരിച്ചത്. തിന്മകൾ ഉടലെടുക്കുകയും വ്യാപിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുകയും അഥവാ വല്ല തിന്മയും ഉടലെടുക്കുകയാണെങ്കിൽ അത് ദൂരീകരിക്കേണ്ടത് എങ്ങനെയെന്ന് വിശദമാക്കുകയായിരുന്നു ഉദ്ദേശം. അടിസ്ഥാനരഹിതവും ലജ്ജാവഹവുമായ ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോഴുണ്ടാകാറുള്ള കാർക്കശ്യം സൂറത്തുൻ നൂറിൽ ഒരിടത്തും കാണപ്പെടുന്നില്ല. ഇത്രയും ക്ഷോഭജനകമായ അന്തരീക്ഷത്തിൽ പോലും എത്ര സമചിത്തതയോടെയാണ് നിയമനിർമ്മാണം നടത്തുന്നതും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതും എന്ന് നമുക്ക് സൂറത്തുൻ നൂറിൽ കാണാൻ സാധിക്കും. ഏതായാലും ഈ ഒരു അപവാദ സംഭവം ഇസ്ലാമിലെ നിയമനിർദ്ദേശങ്ങളിലും നാഗരിക വ്യവസ്ഥകളിലും വമ്പിച്ചൊരു മുതൽക്കൂട്ടായി തീർന്നു. മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് അനേകം മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചു. അവയനുസരിച്ച് ജീവിച്ചാൽ മുസ്ലിം സമൂഹത്തിന് ശാശ്വതമായി തിന്മകളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും അതിൻ്റെ വ്യാപനങ്ങളിൽ നിന്നും സുരക്ഷിതത്വം നേടാം. ഇനി വല്ല തിന്മയും സംഭവിച്ചാൽ തന്നെ അവയെ യഥാസമയം പിടികൂടാനും സാധ്യമാകുന്നു. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദൃശ്യജ്ഞാനി അല്ലെന്നും അള്ളാഹു വിവരിച്ചു കൊടുക്കുന്നതേ അദ്ദേഹം അറിയുന്നുള്ളൂ എന്നും അതിനു പുറമെ അദ്ദേഹത്തിന് വല്ല വിവരവുമുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഉണ്ടാകാവുന്നത്ര മാത്രമാണെന്നും എല്ലാ മുസ്ലിങ്ങൾക്കും നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നത് ഇതിൻ്റെ ഒരു നേട്ടമാണ്. ഒരു മാസം വരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ പ്രശ്നത്തിൽ തിരുമേനി അതീവ അസ്വസ്ഥനായിരുന്നു. ദിവ്യബോധനം മുഖേന യാഥാർത്ഥ്യം അറിഞ്ഞപ്പോൾ ഒരു മാസക്കാലം ലഭ്യമാകാതിരുന്ന ജ്ഞാനം ലഭിച്ചു. ഈ സൂറത്തിൽ ആചാരമര്യാദകൾ, ശിക്ഷാ നിയമങ്ങൾ, വ്യക്തിപരമായ കടമകൾ, സാമൂഹ്യ ബാധ്യതകൾ എന്നിങ്ങനെ പല തുറകളിലുമുള്ള മതനിയമങ്ങൾ വളരെയധികം വിവരിച്ചിട്ടുണ്ട്. കൂടാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യവും ഏകത്വവും സ്ഥാപിക്കുന്ന പല പ്രകൃതി ദൃഷ്ടാന്തങ്ങളും ഈ സൂറത്തിൽ വിവരിച്ചു കാണാം. പുരുഷന്മാരെയും സ്ത്രീകളെയും വെവ്വേറെയും കൂട്ടായും ബാധിക്കുന്ന വളരെയധികം നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതായും ഈ സൂറത്തിൻ്റെ ഒരു സവിശേഷതയാണ്. താരതമ്യേന സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിക്കുവാൻ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പർദ്ദയുടെ വിധികൾ പറയുന്നത് ഈ സൂറത്തിലും സൂറ അഹ്സാബിലും മാത്രമാണ്. വ്യഭിചാരത്തെയും അതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കാര്യങ്ങളെയും കുറിച്ചാണ് ഈ സൂറത്തിലെ അധിക ഭാഗവും വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യമായി പ്രസ്താവിക്കുന്നത് വ്യഭിചാരത്തിൻ്റെ ശിക്ഷാ നിയമമാകുന്നു. ശിർക്കും കൊലയും കഴിച്ചാൽ പിന്നെ ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഭയങ്കരമായ പാപം വ്യഭിചാരമാകുന്നു. ഈ സൂറത്തിൻ്റെ തുടക്കം സൂറത്തുൻ എന്ന പദം കൊണ്ടാണ്. ഇങ്ങനെയുള്ള തുടക്കമുള്ള ഒരേ ഒരു സൂറത്ത് ഈ സൂറത്താണ്. ഈ സൂറത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പ്രകാശം ചൊരിയുന്ന, മനസ്സിലെ ഇരുട്ടിനെ നീക്കിക്കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണിത്. ഉമർ റളിയല്ലാഹു അൻഹു കൂഫക്കാർക്ക് കത്തെഴുതിയപ്പോൾ ആ കത്തിലെ ഒരു വരി ഇങ്ങനെയായിരുന്നു: നിങ്ങൾ അവിടെയുള്ള സ്ത്രീകൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിച്ചു കൊടുക്കുക. ഇനി ഈ സൂറത്തിലെ ആയത്തുകളിലൂടെ നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ആദ്യ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഒരു പ്രധാന അധ്യായം നാം അത് അവതരിപ്പിക്കുകയും നിയമമാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് അങ്ങനെയുള്ളതാണ് ആ അധ്യായം എന്നർത്ഥം. നിങ്ങൾ ഓർമ്മിക്കുവാൻ വേണ്ടി വ്യക്തമായ പല ദൃഷ്ടാന്തങ്ങളും അതിൽ നാം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അടുത്ത ആയത്തിൽ വ്യഭിചാരം ചെയ്തവളാകട്ടെ വ്യഭിചാരം ചെയ്തവനാകട്ടെ അവരിൽ ഓരോരുത്തരെയും നിങ്ങൾ 100 അടി അടിക്കുവീൻ. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മതനടപടിയിൽ അവരെ സംബന്ധിച്ച് യാതൊരു ദയയും നിങ്ങൾക്ക് പിടിപെട്ടു പോകരുത്. അവരുടെ ശിക്ഷ നടക്കുന്നിടത്ത് സത്യവിശ്വാസികളിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ സന്നിഹിതരാകുകയും ചെയ്തു കൊള്ളട്ടെ. ഈ ആയത്തിൽ പ്രസ്താവിച്ച അടിശിക്ഷ വിവാഹം ചെയ്യാത്തവർക്കും അടിമകൾക്കുമുള്ളതാണെന്നും അല്ലാത്തവർക്കുള്ള ശിക്ഷ എറിഞ്ഞുകൊല്ലലാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്ക് മുഖേനയും പ്രവൃത്തി മുഖേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അവരിൽ ശിക്ഷ നടത്തുന്ന കാര്യത്തിൽ യാതൊരു ദയയും ഉണ്ടാകുവാൻ പാടില്ല എന്നും ശിക്ഷ നടത്തുന്നത് ഒരു വിഭാഗം ആളുകളുടെ മുമ്പാകെ വെച്ച് പരസ്യമായിട്ടായിരിക്കണമെന്നും കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് എത്രമാത്രം വലിയ പാപമായിട്ടാണ് ഗണിക്കപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വ്യഭിചാരി വ്യഭിചാരം ചെയ്യുന്നവളെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിക്കാരിയെയോ അല്ലാതെ വിവാഹം ചെയ്യാറില്ല. വ്യഭിചാരിണിയെയാകട്ടെ വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ അവളെ വിവാഹം ചെയ്യാറുമില്ല. അത് സത്യവിശ്വാസികളുടെ മേൽ വിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ദുർവൃത്തന്മാർ തമ്മിലും
സൽവൃത്തന്മാർ തമ്മിലും ഇണക്കത്തോടും യോജിപ്പോടും കൂടി വർത്തിക്കുക സ്വാഭാവികമാണ്. ചീത്ത പുരുഷന്മാർ നല്ല സ്ത്രീകളെയും നല്ല പുരുഷന്മാർ ചീത്ത സ്ത്രീകളെയും വിവാഹം കഴിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കാറില്ല. സ്ത്രീകളുടെ നിലയും ഇതുപോലെ തന്നെയാണ്. സ്വദേശം വിട്ടുപോകുന്ന മുഹാജിറുകളായ ചില സ്വഹാബികൾ ദാരിദ്ര്യം മൂലം വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ തോന്നിവാസികളായി അറിയപ്പെട്ടിരുന്ന ചില സ്ത്രീകളെ വിവാഹം ചെയ്യാൻ മുതിർന്നതിനെ തുടർന്നാണ് ഈ ആയത്ത് അവതരിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. അള്ളാഹു ആലം. 4-5 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, ചാരിത്രം സിദ്ധിച്ച സ്ത്രീകളെ വ്യഭിചാര ആരോപണം ചെയ്യുകയും പിന്നീട് അതിന് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവരാകട്ടെ, അവരെ നിങ്ങൾ 80 അടി വീതം അടിക്കുവീൻ. ഒരിക്കലും അവരുടേതായ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത്. അവർ തന്നെയാണ് തോന്നിയവാസികൾ. അതിനുശേഷം പശ്ചാത്തപിക്കുകയും സ്ഥിതി നന്നാക്കുകയും ചെയ്തവരൊഴികെ. കാരണം അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഒരാൾ ഈ നീചപ്രവൃത്തി ചെയ്തതായി 1, 2, 3 പേർ അറിഞ്ഞാൽ പോലും അത് രഹസ്യമാക്കി വെക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അവൻ സ്വയം ഖേദിച്ച് മടങ്ങിയേക്കാം. അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ മേൽ നടപടിയെടുത്തുകൊള്ളുമെന്ന് സമാധാനിക്കാം. ഇനി 4 അധികമോ പേർ കാണുക വഴി അത് പരസ്യപ്പെടുന്ന പക്ഷം അപ്പോൾ അതിന് തക്ക ശിക്ഷ നൽകപ്പെടാതിരുന്നാൽ അത് ഇസ്ലാമിനും മുസ്ലിം സമുദായത്തിനും ചീത്തപ്പേരാണെന്ന് മാത്രമല്ല, സമുദായത്തിൻ്റെ അച്ചടക്കത്തിനും സാമൂഹ്യ നന്മക്കും നിയമത്തിൻ്റെ ഭദ്രതയ്ക്കും ദോഷകരവുമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, ഒരാളിൽ വല്ല നീചപ്രവൃത്തിയും കണ്ടാൽ കഴിയുന്നതും അത് പരസ്യമാക്കാതിരിക്കണം. അത് രംഗത്ത് വന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് തക്ക നടപടിയെടുക്കാതെ വിട്ടുകളയുകയും ചെയ്യരുത്. ഇതാണ് ശിക്ഷാ നടപടികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പൊതുനില. 6 മുതൽ 10 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് കാണാം, തങ്ങളുടെ ഭാര്യമാരെ വ്യഭിചാര ആരോപണം ചെയ്യുകയും തങ്ങൾക്ക് തങ്ങൾ തന്നെ അല്ലാതെ മറ്റു സാക്ഷികൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവരാകട്ടെ, അവരിൽ ഓരോരുത്തൻ്റെയും സാക്ഷ്യം നിശ്ചയമായും താൻ സത്യം പറയുന്നവരിൽപ്പെട്ടവൻ തന്നെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ 4 വട്ടം സത്യസാക്ഷ്യം നിർവഹിക്കലാകുന്നു. 5-ാമത്തേത്, താൻ കളവ് പറയുന്നവരിൽപ്പെട്ടവനാണെങ്കിൽ തൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഭവിക്കട്ടെ എന്നാകുന്നു പറയേണ്ടത്. നിശ്ചയമായും അദ്ദേഹം, അതായത് ഭർത്താവ്, കളവ് പറയുന്നവരിൽപ്പെട്ടവൻ തന്നെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് 4 സാക്ഷ്യവചനങ്ങൾ അവൾ പറയുന്നത് അവളിൽ നിന്ന് ശിക്ഷയെ തടഞ്ഞു കളയുന്നതാണ്. അദ്ദേഹം സത്യം പറയുന്നവരിൽപ്പെട്ടവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം തൻ്റെ മേൽ ഭവിക്കട്ടെ എന്ന് 5-ാമത്തേതായിക്കൊണ്ട് അവൾ പറയണം. അള്ളാഹുവിൻ്റെ ദാക്ഷിണ്യവും അവൻ്റെ കാരുണ്യവും നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ജ്ഞാനയുക്തനുമാണെന്നുള്ളതും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. അതായത്, പുരുഷൻ അധികാരപ്പെട്ടവരുടെ മുമ്പാകെ 5 പ്രാവശ്യം അള്ളാഹുവിനെ മുൻനിർത്തി സ്വയം സാക്ഷിമൊഴി കൊടുക്കുന്ന പക്ഷം പുരുഷൻ്റെ ഭാഗത്തു നിന്ന് ആരോപിച്ച കുറ്റം നിയമപരമായി അവൻ സ്ഥാപിച്ചു കഴിഞ്ഞു. അവളുടെ പേരിൽ വ്യഭിചാരത്തിൻ്റെ കുറ്റപത്രം തയ്യാറാവുകയും ചെയ്തു. പക്ഷേ പുരുഷൻ്റെ അത്ര തന്നെ അവൾക്കും നിയമപരമായ അവകാശമുണ്ട്. ആകയാൽ അവളുടെ ഭാഗം അവൾക്കും തെളിയിക്കാം. 5 സാക്ഷ്യമൊഴികൾ കൊടുക്കുന്ന പക്ഷം അവളുടെ ഭാഗം അവളും സ്ഥാപിച്ചു. അതോടെ 2-ൽ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുവാൻ നിവൃത്തിയില്ല. എങ്കിലും യഥാർത്ഥത്തിൽ 2-ൽ ഒരാൾ കുറ്റക്കാരനും മറ്റേയാൾ നിരപരാധിയായിരിക്കുമെന്ന് തീർച്ചയാണ്. ബാഹ്യമായ തെളിവുകൾക്കനുസരിച്ച് നീതിന്യായം പാലിക്കുവാനേ ഈ ലോകത്ത് മനുഷ്യർക്ക് നിവൃത്തിയുള്ളൂ. രഹസ്യവും യാഥാർത്ഥ്യവും അനുസരിച്ചുള്ള വിധി അള്ളാഹു പിന്നീട് നടത്തിക്കൊള്ളും. ഏതായാലും ഇരുഭാഗക്കാരും അന്യോന്യം ഇപ്രകാരം തെളിവ് സ്ഥാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവർ യോജിച്ചു കഴിയുക എന്നത് ന്യായവും സാധ്യവുമല്ല. അതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം ഇതുമുതൽ നിർത്തലാക്കപ്പെടും. ഇരു കക്ഷികളും ഇത്രയും ധൈര്യത്തോടെ 5 പ്രാവശ്യം വീതം സത്യമൊഴി കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ അവരിൽ ഒരാൾ നിഷ്ഠൂരവും നീചവുമായ മനസ്ഥിതിയുള്ള ആളായിരിക്കും. അതുകൊണ്ട് ഈ സാക്ഷിമൊഴികൾ കൊടുക്കുവാൻ മുന്നോട്ട് വരുന്നത് വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഐഹിക ശിക്ഷയേക്കാൾ വളരെ വമ്പിച്ചതാണ് പരലോക ശിക്ഷ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തൽക്കാലം രഹസ്യം പുറത്താക്കാതെ മൂടിവെക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. അടുത്ത ആയത്ത് മുതൽ കുറേ ആയത്തുകളിലെ പ്രതിപാദ്യ വിഷയം ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലുണ്ടായ ആരോപണ സംഭവവും അത് സംബന്ധമായ പല കാര്യങ്ങളുമാണ്. ഈ സംഭവത്തെക്കുറിച്ച് തുടക്കത്തിൽ വിശദീകരിച്ചത് കൊണ്ട് ഇവിടെ നമ്മൾ ആവർത്തിക്കുന്നില്ല. 11-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, നിശ്ചയമായും ആ കള്ളവാർത്ത കൊണ്ടുവന്നിട്ടുള്ളവർ നിങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടരാകുന്നു. അത് നിങ്ങൾക്ക് ദോഷകരമാണെന്ന് നിങ്ങൾ കരുതണ്ട, പക്ഷേ അത് നിങ്ങൾക്ക് ഗുണകരമാകുന്നു. അവരിൽ ഓരോരുത്തനും അവൻ പ്രവർത്തിച്ചിട്ടുള്ള പാപം, ആ പാപത്തിൻ്റെ ശിക്ഷ ഉണ്ടായിരിക്കും. അവരിൽ നിന്നും അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തവനാകട്ടെ അവന് വമ്പിച്ച ശിക്ഷയുമുണ്ട്. ഇവിടെ കള്ളവാർത്ത എന്ന് പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള അപവാദ സംഭവമാണ്. ഇത് നിർമ്മിച്ചുണ്ടാക്കിയത് മുസ്ലിങ്ങൾക്കിടയിൽ നിന്നാണ്. അതിന് നേതൃത്വം കൊടുത്തത്, അതായത് ആദ്യം അത് കെട്ടിയുണ്ടാക്കുകയും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തവൻ കപടവിശ്വാസിയായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യാണ്. പ്രചാരം ചെയ്തവർ അവന് പുറമെ മിസ്തഹ് റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ജഹ്ഷ് മകൾ ഹംന റളിയല്ലാഹു അൻഹ എന്നിവരായിരുന്നു.
വ്യഭിചാര ആരോപണ ശിക്ഷാ നിയമം അനുസരിച്ച് കുറ്റവാളികളായവർക്ക് അടിശിക്ഷ നൽകപ്പെടുകയുണ്ടായി. നിങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടരാണ് എന്ന വാക്കുകൊണ്ട് മേൽപ്പറഞ്ഞ 3 പേരും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ലെന്നും മനുഷ്യ സഹജമായ നിലയിൽ അവരുടെ പക്കൽ തെറ്റുപറ്റിപ്പോയതാണെന്നും മനസ്സിലാക്കാവുന്നതാണ്. പ്രസ്തുത 3 പേരും ഖേദിച്ച് പശ്ചാത്തപിക്കുകയും സ്വഹാബികളുടെ കൂട്ടത്തിൽ മാന്യന്മാരായി ഗണിക്കപ്പെടുകയും ചെയ്തവരാകുന്നു. നേതൃത്വം വഹിച്ച ഇബ്നു ഉബയ്യ ആകട്ടെ അവന് വമ്പിച്ച ശിക്ഷയുണ്ടാകുമെന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. 12 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, നിങ്ങളത് കേട്ടപ്പോൾ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും തങ്ങളെപ്പറ്റി തന്നെ പരസ്പരം നല്ല വിചാരം വിചാരിക്കുകയും ഇത് വ്യക്തമായ ഒരു കള്ളവാർത്തയാണ് എന്ന് പറയുകയും എന്തുകൊണ്ട് ചെയ്തുകൂടായിരുന്നു? ഇത് പറഞ്ഞുണ്ടാക്കിയവർ എന്താണതിന് 4 സാക്ഷികളെ കൊണ്ടുവരാത്തത്? അവർ സാക്ഷികളെ കൊണ്ടുവരാത്ത സ്ഥിതിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ തന്നെയാണ് കളവ് പറയുന്നവർ. അള്ളാഹുവിൻ്റെ ദയയും അവൻ്റെ കാരുണ്യവും നിങ്ങളിൽ ഇഹത്തിലും പരത്തിലും വെച്ച് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഏതൊന്നിൽ മുഴുകിയിരുന്നുവോ അക്കാര്യത്തിൽ വമ്പിച്ച ശിക്ഷ നിങ്ങളെ സ്പർശിക്കുമായിരുന്നു. നിങ്ങളുടെ നാവുകളിൽ നിങ്ങളത് ഏറ്റുപറയുകയും നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്തൊരു കാര്യം നിങ്ങളുടെ വായ കൊണ്ട് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അപ്പോഴായിരുന്നു അത് സംഭവിക്കേണ്ടത്. പക്ഷെ അതുണ്ടായില്ല. നിങ്ങൾ ഇതൊരു നിസ്സാര കാര്യമാണെന്ന് ഗണിക്കുന്നു. അതാകട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ചതുമാകുന്നു. അത് കേട്ട അവസരത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടായിരുന്നു, നമുക്കിതിനെപ്പറ്റി സംസാരിക്കുവാൻ പാടുള്ളതല്ല, അള്ളാഹുവേ നീ മഹാപരിശുദ്ധൻ, ഇത് വമ്പിച്ച ഒരു കെട്ടുകഥയാണ് എന്ന്? ഇതുപോലെയുള്ളത് ഒരിക്കലും നിങ്ങൾ ആവർത്തിച്ചു പോകരുതെന്ന് വെച്ച് അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ വിവരിച്ചു തരികയാണ്. അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, നിശ്ചയമായും വിശ്വസിച്ചിട്ടുള്ളവരിൽ നീചപ്രവൃത്തി പ്രചരിക്കുന്നത് കാണുവാൻ ഇഷ്ടപ്പെടുന്നവരാകട്ടെ ഇഹത്തിലും പരത്തിലും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നു, നിങ്ങൾക്ക് അതറിയുകയില്ല. ഈ സജ്ജനങ്ങളിൽ ദുർവൃത്തികൾ പ്രചരിച്ച് കാണുക, മാന്യന്മാരെക്കുറിച്ച് അപകീർത്തികൾ ഉണ്ടാക്കി തീർക്കുക, ശുദ്ധരായ ആളുകളെക്കുറിച്ച് അവരുടെ സ്വകാര്യ ജീവിതം കളങ്കമാക്കി തീർക്കുക മുതലായ കാര്യങ്ങളിൽ ചിലർക്ക് വളരെയധികം താല്പര്യവും കൗതുകവും കാണും. ദുഷ്ട മനസ്ഥിതിയിൽ നിന്നും തങ്ങളെപ്പോലെ മറ്റുള്ളവരും ദുഷിച്ചു കാണണമെന്ന മോഹത്തിൽ നിന്നുമാണ് ഈ വൈരാഗ്യം ഉടലെടുക്കുന്നത്. ഇത് തനി പൈശാചികമായ സ്വഭാവമാണ്. 20-21 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ ദയവും അവൻ്റെ കാരുണ്യവും ഉണ്ടായിരിക്കുകയും അള്ളാഹു കൃപയുള്ളവനും കരുണാനിധിയുമാണെന്നുള്ളതും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഹേ വിശ്വസിച്ചിട്ടുള്ളവരെ, നിങ്ങൾ പിശാചിൻ്റെ കാലടികളെ, അതായത് അവൻ്റെ മാർഗങ്ങളെ പിൻപറ്റരുത്. ആരെങ്കിലും പിശാചിൻ്റെ കാലടികളെ പിൻപറ്റുന്നതായാൽ നിശ്ചയമായും അവൻ അവരോട് നീചപ്രവൃത്തിക്കും ദുരാചാരത്തിനും ഉപദേശിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ദയയും അവൻ്റെ കാരുണ്യവും നിങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ ഒരിക്കലും പരിശുദ്ധപ്പെടുമായിരുന്നില്ല. എങ്കിലും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധപ്പെടുത്തുന്നു. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. 22-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങളിൽ ശ്രേഷ്ഠതയും നിവൃത്തിയുമുള്ളവർ കുടുംബബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ, അതായത് നാട് വിട്ടു പോന്നിട്ടുള്ളവർക്കും തങ്ങൾ കൊടുത്തു വരുന്നതിന് സത്യം ചെയ്ത് മുടക്കമുണ്ടാക്കരുത്. അവർ മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു ആകട്ടെ വളരെയധികം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഈ വചനം അവതരിച്ച സന്ദർഭം എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി അപവാദം പറയുന്നതിൽ കാര്യമായ ഒരു പങ്ക് വഹിച്ചത് നിമിത്തം മിസ്റ്റർ റളിയല്ലാഹു അൻഹുവിന് ഇനിമേലിൽ തൻ്റെ സഹായം തുടരുകയില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു സത്യം ചെയ്യുകയുണ്ടായി. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന വാക്യം കേട്ടപ്പോൾ അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, ഇല്ലാതെ, അള്ളാഹു തന്നെയാണ് സത്യം, അള്ളാഹു എനിക്ക് പുറത്തു തരുവാൻ നിശ്ചയമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മിസ്തഹിന് അദ്ദേഹം കൊടുത്തു വന്നിരുന്ന ചെലവുകളെല്ലാം വീണ്ടും കൊടുക്കുകയും അവനിൽ നിന്ന് ഞാനിത് ഒരിക്കലും എടുത്തു കളയുന്നതല്ല എന്ന് സത്യം ചെയ്ത് പറയുകയും ചെയ്തു. മിസ്റ്റർ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്കൽ ഇങ്ങനെ ഒരു അബദ്ധം വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാടും വീടും ത്യജിച്ചു പോന്ന മുഹാജിറുകളിൽപ്പെട്ട മാന്യനാണെന്ന ഒരു പ്രശംസ ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ പങ്കെടുത്ത മറ്റ് മുസ്ലിങ്ങളോടും മേലിൽ വെറുപ്പൊന്നും കരുതാതെ വിട്ടുവീഴ്ചയോടെ വർത്തിക്കണമെന്നുള്ള ഒരു ഉപദേശവും അതിലുണ്ട്. 23 മുതൽ 25 വരെയുള്ള ആയത്തുകളിൽ നിശ്ചയമായും പവിത്രകളായ ശുദ്ധഹൃദയരായ സത്യവിശ്വാസിനികളായ സ്ത്രീകളെപ്പറ്റി ആരോപണം ചെയ്യുന്നവർ ഇഹത്തിലും പരത്തിലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു, വമ്പിച്ച ശിക്ഷയും അവർക്കുണ്ട്. തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവരുടെ നാവുകളും അവരുടെ കൈകളും അവരുടെ കാലുകളും അവരുടെ മേൽ സാക്ഷി പറയുന്ന ദിവസം അന്നാണത് കിട്ടുക. അന്നത്തെ ദിവസം അള്ളാഹു അവർക്ക് അവരുടെ യഥാർത്ഥ പ്രതിഫലം നിറവേറ്റി കൊടുക്കുന്നതാകുന്നു. അവർക്ക് അറിയാവുകയും ചെയ്യും,
നിശ്ചയമായും അള്ളാഹു തന്നെയാണ് യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നവനും സ്പഷ്ടമായിട്ടുള്ളവനുമെന്ന്. 26-ാമത്തെ ആയത്തിൽ ദുഷിച്ച സ്ത്രീകൾ ദുഷിച്ച പുരുഷന്മാർക്കും ദുഷിച്ച പുരുഷന്മാർ ദുഷിച്ച സ്ത്രീകൾക്കുമാകുന്നു. ശുദ്ധകളായ സ്ത്രീകൾ ശുദ്ധരായ പുരുഷന്മാർക്കും ശുദ്ധരായ പുരുഷന്മാർ ശുദ്ധകളായ സ്ത്രീകൾക്കുമാകുന്നു. ശുദ്ധന്മാരായ അക്കൂട്ടർ ദുഷ്ടന്മാരായ ഇവർ പറഞ്ഞു വരുന്നതിൽ അല്ലെങ്കിൽ ആ ആരോപണങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരാണ്. അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കും. 27 മുതൽ 29 വരെയുള്ള ആയത്തുകളിൽ ഹേ വിശ്വസിച്ചിട്ടുള്ളവരെ, നിങ്ങളുടെ വീടുകളല്ലാത്ത വീടുകളിൽ പ്രവേശനത്തിന് അനുമതി ചോദിക്കുകയും അവയുടെ ആൾക്കാർക്ക് സലാം പറയുകയും ചെയ്യുവോളം നിങ്ങൾ പ്രവേശിക്കരുത്. അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. നിങ്ങൾ ഓർമ്മ വെക്കുവാൻ വേണ്ടിയാണിത്. ഇനി നിങ്ങൾ അവിടെ ഒരാളെയും കണ്ടെത്താത്ത പക്ഷം നിങ്ങൾക്ക് അനുവാദം നൽകപ്പെടുന്നത് വരേക്കും നിങ്ങളതിൽ പ്രവേശിക്കരുത്. നിങ്ങളോട് മടങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്ന് പറയപ്പെടുന്ന പക്ഷം നിങ്ങൾ മടങ്ങിക്കൊള്ളുവീൻ. അതാണ് നിങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു അറിയുന്നവനാകുന്നു. എന്നാൽ ആൾപ്പാർപ്പില്ലാത്ത നിങ്ങൾക്ക് ഉപയോഗമുള്ള വീടുകളിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് തെറ്റില്ല. നിങ്ങൾ വെളിവാക്കുന്നതും നിങ്ങൾ മറച്ചു വെക്കുന്നതും അള്ളാഹു അറിയും. 30-31 ആയത്തുകളിൽ നബിയെ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ജനനേന്ദ്രിയങ്ങൾ കാത്തുകൊള്ളുവാനും പറയുക. അതാണ് അവർക്ക് വളരെ ഉത്തമമായിട്ടുള്ളത്. നിശ്ചയമായും അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ജനനേന്ദ്രിയങ്ങൾ കാത്തുകൊള്ളുവാനും അവരുടെ ഭംഗി അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നതല്ലാതെ വെളിപ്പെടുത്താതിരിക്കുവാനും പറയുക. അവർ തങ്ങളുടെ മക്കനകൾ, അതായത് ശിരോവസ്ത്രങ്ങൾ, അവരുടെ മാർവിടങ്ങളിൽ കൂടി ആക്കിക്കൊള്ളുകയും ചെയ്യട്ടെ. അവർ തങ്ങളുടെ ഭംഗി ഇനി താഴെ പറയുന്നവർക്കല്ലാതെ വെളിപ്പെടുത്തുകയും ചെയ്യരുത്. അവരുടെ ഭർത്താക്കൾക്കോ പിതാക്കൾക്കോ ഭർത്താക്കളുടെ പിതാക്കൾക്കോ തങ്ങളുടെ പുത്രന്മാർക്കോ ഭർത്താക്കളുടെ പുത്രന്മാർക്കോ സഹോദരന്മാർക്കോ സഹോദരന്മാരുടെ പുത്രന്മാർക്കോ സഹോദരികളുടെ പുത്രന്മാർക്കോ തങ്ങളുടെ സ്ത്രീകൾക്കോ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ളവർക്കോ പുരുഷന്മാരിൽ നിന്ന് ലൈംഗിക മോഹമില്ലാത്ത അനുചരന്മാർക്കോ സ്ത്രീ രഹസ്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾക്കോ അല്ലാതെ തങ്ങളുടെ അലങ്കാരത്തിൽ നിന്ന് മറച്ചുവെക്കുന്നത് അറിയപ്പെടുവാൻ വേണ്ടി അവർ തങ്ങളുടെ കാലുകൾ കൊട്ടുകയും ചെയ്യരുത്. നിങ്ങളെല്ലാവരും സത്യവിശ്വാസികളെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും നിങ്ങൾക്ക് വിജയം ലഭിച്ചേക്കാം. 32 മുതൽ 34 വരെയുള്ള ആയത്തുകളിൽ നിങ്ങളിൽ നിന്നുള്ള അവിവാഹിതർക്കും നിങ്ങളുടെ അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നുള്ള നല്ല ആളുകൾക്കും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുവീൻ. അവർ ദരിദ്രന്മാരായിരിക്കുന്ന പക്ഷം അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് ധന്യത നൽകുന്നതാകുന്നു. അള്ളാഹു വിശാലനും സർവജ്ഞനുമാകുന്നു. വിവാഹം ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കാത്തവർ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് ധന്യത നൽകുന്നതുവരെ ചാരിത്രം സംരക്ഷിക്കുവാൻ ശ്രമിച്ചു കൊള്ളട്ടെ. നിങ്ങളുടെ വലങ്കൈകൾ ഉടമയാക്കിയവരിൽ മോചനക്കരാർ എഴുതി കൊടുക്കാൻ ആവശ്യപ്പെടുന്നവർ അവരിൽ നന്മയുള്ളതായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അവർക്ക് എഴുതി കൊടുത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുള്ളതായ അവൻ്റെ സ്വത്തിൽ നിന്നും നിങ്ങൾ അവർക്ക് കൊടുത്ത് സഹായിക്കുകയും ചെയ്യുവീൻ. നിങ്ങളുടെ അടിമകളായ യുവതികളെ അവർ ചാരിത്രശുദ്ധിയെ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഐഹിക ജീവിത വിഭവം ലഭിക്കുവാനായി തോന്നിയവാസത്തിന് നിർബന്ധിക്കരുത്. ആരെങ്കിലും അവരെ അതിന് നിർബന്ധിച്ച് ചെയ്യിക്കുകയാണെങ്കിൽ അവരെ നിർബന്ധിച്ചതിന് ശേഷം അള്ളാഹു നിശ്ചയമായും ആ നിർബന്ധിക്കപ്പെട്ട സ്ത്രീകൾക്ക് പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായത് വ്യക്തമാക്കി തരുന്ന പല ലക്ഷ്യങ്ങളും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവരിൽ നിന്നുള്ള ഉദാഹരണ പാഠവും ഭയഭക്തരായ ആളുകൾക്ക് വേണ്ടുന്ന ഉപദേശവും നാം നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. 35 മുതൽ 38 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ വിളക്ക് വെക്കുവാനുള്ള ഒരു മാടം പോലെയാകുന്നു. അതിലൊരു വിളക്കുണ്ട്. വിളക്കാകട്ടെ ഒരു സ്ഫടികത്തിലാകുന്നു. സ്ഫടികമാകട്ടെ അതൊരു രത്നമയമായ പ്രശോഭിത നക്ഷത്രം പോലെയിരിക്കുന്നു. അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്ന്, അത് പൗരസ്ത്യവുമല്ല പാശ്ചാത്യവുമല്ലാത്ത ഒലീവ് വൃക്ഷത്തിൽ നിന്നുള്ള എണ്ണയാൽ അത് കത്തിക്കപ്പെടുന്നു. അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ എണ്ണ അതിനെ തീ സ്പർശിച്ചിട്ടില്ലെങ്കിൽ പോലും സ്വയം വെളിച്ചം നൽകുന്നതാണ്. അങ്ങനെ പ്രകാശത്തിന് മേൽ പ്രകാശം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്നു. അള്ളാഹു ജനങ്ങൾക്ക് ഉപമകളെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനുമാണ്. ചില വീടുകളിലാകുന്നു അത്. അവ ഉയർത്തപ്പെടുവാനും അവയിൽ വെച്ച് തൻ്റെ നാമം സ്മരിക്കപ്പെടുവാനും അള്ളാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള വീടുകളിലാണ് ആ വിളക്കുള്ളത് എന്നർത്ഥം. അവയിൽ വെച്ച് രാവിലെയും സന്ധ്യാസമയങ്ങളിലും അവന് മഹത്വ പ്രകീർത്തനം, അതായത് തസ്ബീഹ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ അള്ളാഹുവിൻ്റെ സ്മരണ, നിസ്കാരം നിലനിർത്തൽ, സക്കാത്ത് കൊടുക്കൽ എന്നിവയിൽ നിന്ന് കച്ചവടമാകട്ടെ വ്യാപാരമാകട്ടെ അവരെ മെനക്കെടുത്തുകയില്ല. അങ്ങനെയുള്ളവരാണ് തസ്ബീഹ് നടത്തുന്നത്.
ഹൃദയങ്ങളും ദൃഷ്ടികളും അവതാളത്തിലായി പോകുന്ന ഒരു ദിവസത്തെ, ആ ഒരു ഖിയാമത്ത് നാളിനെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ പ്രവർത്തിക്കുന്നതിൽ നല്ലതിന് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുവാനും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുവാനും വേണ്ടി അത്രേ അവരത് ചെയ്യുന്നത്. അള്ളാഹു ആകട്ടെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ കൊടുക്കുന്നവനുമാകുന്നു. 39 മുതൽ 40 വരെയുള്ള ആയത്തുകളിൽ അവിശ്വസിച്ചിട്ടുള്ളവരാകട്ടെ അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു. ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് ധരിക്കുന്നു. അങ്ങനെ അവൻ അതിനടുത്ത് ചെല്ലുമ്പോൾ അങ്ങനെ യാതൊരു വസ്തുവും അവിടെ കണ്ടെത്തുകയില്ല. അവൻ അതിനടുത്ത് അള്ളാഹുവിനെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അവൻ്റെ വിചാരണ അതായത് അള്ളാഹു തികച്ചും നടത്തുന്നതാകുന്നു. അള്ളാഹു വിചാരണ വേഗം കഴിക്കുന്നവനത്രേ. അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ആഴമേറിയ ഒരു സമുദ്രത്തിലെ അന്ധകാരങ്ങളെപ്പോലെയാകുന്നു. ആ സമുദ്രത്തെ തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു. അതിന് മീതെയും തിരമാലയുണ്ട്, അതിനു മീതെ കാർമേഘവും. അങ്ങനെ ഒന്നിനു മീതെ ഒന്നായിക്കൊണ്ടുള്ള വിവിധ അന്ധകാരങ്ങൾ തൻ്റെ കൈകൾ പുറത്തേക്കിട്ടാൽ അവനത് കാണുകയില്ല. അത്രയും വമ്പിച്ച കൂരിരുട്ട്. അള്ളാഹു ആർക്ക് പ്രകാശം ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവും ഇല്ല തന്നെ. 41 മുതൽ 46 വരെയുള്ള ആയത്തുകളിൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും അണിനിരന്ന് വായുവിൽ ചിറക് വിടർത്തിക്കൊണ്ടുള്ള പറവുകളും അള്ളാഹുവിന് തസ്ബീഹ്, അതായത് മഹത്വപ്രകീർത്തനം നടത്തുന്നുണ്ട് എന്ന് താങ്കൾ കാണുന്നില്ലേ? എല്ലാറ്റിനും തന്നെ അതാതിൻ്റെ നമസ്കാരവും തസ്ബീഹുമൊക്കെ അറിയാവുന്നതാണ്. അവർ ചെയ്യുന്നതിനെപ്പറ്റി അള്ളാഹു അറിയുന്നവനാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജ്യത്വം അള്ളാഹുവിനാണ്. അള്ളാഹുവിലേക്കാണ് മടങ്ങിയെത്തലും. താങ്കൾ കാണുന്നില്ലേ, അള്ളാഹു കാർമേഘത്തെ പതുക്കെ തെളിച്ചു കൊണ്ടുവരുന്നു, പിന്നീട് അതിനിടയിൽ ഇണക്കി ചേർക്കുന്നു, പിന്നീട് അതിനെ അട്ടിയാക്കുന്നു എന്ന്. അങ്ങനെ അതിനിടയിൽ കൂടി മഴ പുറത്തു വരുന്നതായി താങ്കൾ കാണുന്നു. ആകാശത്ത് നിന്ന് ഹിമക്കട്ടയായി അതിൽ സ്ഥിതി ചെയ്യുന്ന മലകളെ, ആ കൂമ്പാരങ്ങളെ അവൻ ഇറക്കി വിടുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനെ ബാധിപ്പിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് ബാധിക്കാതെ തിരിച്ചുവിടുകയും ചെയ്യുന്നു. അതായത് ആ മേഘത്തിലെ മിന്നലിൻ്റെ തിളക്കം കാഴ്ചകളെ റാഞ്ചിക്കൊണ്ടു പോകുന്ന തരത്തിലാണ്. അള്ളാഹു രാവും പകലും മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. നിശ്ചയമായും അതിൽ മനോദൃഷ്ടികളുള്ളവർക്ക് ചിന്താവിഷയമുണ്ട്. അള്ളാഹു എല്ലാ ജന്തുക്കളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ അവരിൽ ചിലർ ഉദരത്തിന്മേൽ ഇഴഞ്ഞു നടക്കുന്നവരുണ്ട്, 2 കാലിൽ നടക്കുന്നവരും അവരിലുണ്ട്, 4 കാലിൽ നടക്കുന്നവരും അവരിലുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. തീർച്ചയായും യാഥാർത്ഥ്യങ്ങളെ വ്യക്തമാക്കുന്ന പല ദൃഷ്ടാന്തങ്ങളും നാം അവതരിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേരായ മാർഗത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്നു. 47 മുതൽ 50 വരെയുള്ള ആയത്തുകളിൽ അവർ പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. അതിനുശേഷം പിന്നെയും അവരിൽപ്പെട്ട ഒരു വിഭാഗം പിന്മാറിപ്പോകുന്നു. അക്കൂട്ടർ സത്യവിശ്വാസികളല്ല തന്നെ. അവരുടെ ഇടയിൽ വിധി പറയുവാൻ വേണ്ടി അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും അവർ ക്ഷണിക്കപ്പെടുന്നതായാൽ അവരിൽ ഒരു വിഭാഗം തിരിഞ്ഞു പോകുന്നു. ന്യായം അവർക്കാണ്, അതായത് അവരുടെ പക്ഷത്താണ് ന്യായം ഉള്ളതെങ്കിലോ അവർ അദ്ദേഹത്തിൻ്റെ, ആ റസൂലിൻ്റെ അടുക്കലേക്ക് അനുസരണമുള്ളവരായിക്കൊണ്ട് വരുന്നതുമാകുന്നു. അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ? അതല്ല അവർക്ക് സംശയം പിടിപെട്ടിരിക്കുകയാണോ? അതോ അള്ളാഹുവും അവൻ്റെ റസൂലും അവരുടെ മേൽ അനീതി പ്രവർത്തിക്കുമെന്ന് അവർ ഭയപ്പെടുകയാണോ? എന്നാൽ വാസ്തവത്തിൽ അക്കൂട്ടർ തന്നെയാണ് അക്രമികൾ. 51 മുതൽ 57 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികൾക്കിടയിൽ വിധി പറയുവാനായി അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും അവർ ക്ഷണിക്കപ്പെടുന്നതായാൽ അവർ പറയും, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്ന്. അങ്ങനെയുള്ള അക്കൂട്ടർ തന്നെയാണ് വിജയികളും. ആർ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ അവർ തന്നെയാണ് ഭാഗ്യവാന്മാർ. നബിയെ, താങ്കൾ അവരോട് കൽപ്പിക്കുന്ന പക്ഷം അവർ നിശ്ചയമായും പുറപ്പെട്ടു പോരുമെന്ന് തങ്ങൾക്ക് കഴിയും പ്രകാരമുള്ള സത്യം ചെയ്യൽ അവർ അള്ളാഹുവിൽ സത്യം ചെയ്തു പറയുക, നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല, നിങ്ങളുടേത് പരിചയപ്പെട്ട ഒരു അനുസരണമാണ്. നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കാറുള്ളതിനെപ്പറ്റി സൂക്ഷ്മമായി അറിവുള്ളവനാകുന്നു. പറയുക, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കൊള്ളുവീൻ. എന്നാൽ നിങ്ങൾ പിന്മാറുകയാണെങ്കിലോ അദ്ദേഹം, അതായത് റസൂൽ ചുമതലപ്പെടുത്തപ്പെട്ടത് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ ബാധ്യത ഉണ്ടായിരിക്കുക. നിങ്ങൾ ചുമതലപ്പെടുത്തപ്പെട്ടത് നിങ്ങളുടെ പേരിൽ തന്നെ ബാധകമായതും ആയിരിക്കും. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതാണ്. റസൂലിൻ്റെ മേൽ വ്യക്തമായ പ്രബോധനമല്ലാതെ വേറെ ബാധ്യതയില്ല. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ നിശ്ചയമായും ഭൂമിയിൽ അവർക്കവൻ പ്രാതിനിധ്യം നൽകുന്നതാണ്. അവർക്കവൻ തൃപ്തിപ്പെട്ടു കൊടുത്തിട്ടുള്ള അവരുടെ മതത്തിന് സ്വാധീനം നൽകുന്നതുമാണ്. അവർക്ക് ഭയത്തിന് ശേഷം അഭയത്തെ പകരം നൽകുകയും ചെയ്യും.
അവർ എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതെ എന്നെ ആരാധിച്ചു വരുന്നു. അതാണ് അതിന് കാരണം. അതിനുശേഷം ആർ നന്ദികേട് ചെയ്തുവോ അവർ തന്നെയാണ് തോന്നിയവാസികൾ. നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്യുകയും നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കുന്നതാണ്. നബിയെ, അവിശ്വസിച്ചിട്ടുള്ളവർ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ അസാധ്യമാക്കി കളയുന്നവരാണെന്ന് നിശ്ചയമായും താങ്കൾ ധരിച്ചു പോകേണ്ട. അവരുടെ വാസസ്ഥലം നരകമാകുന്നു. അത് വളരെ മോശപ്പെട്ട പ്രാപ്യസ്ഥാനം തന്നെ. 58 മുതൽ 59 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, ഹേ വിശ്വസിച്ചിട്ടുള്ളവരെ, നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവരും നിങ്ങളിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും 3 അവസരങ്ങളിൽ നിങ്ങളോട് പ്രവേശനത്തിന് അനുവാദം തേടിക്കൊള്ളട്ടെ. അതായത് ഫജർ നിസ്കാരത്തിന് മുമ്പും, ഉച്ചവേളയിൽ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ എടുത്തു വെക്കുന്ന നേരത്തും, ഇശാ നിസ്കാരത്തിന് ശേഷവും. ഇങ്ങനെ നിങ്ങൾക്ക് 3 സ്വകാര്യ സമയങ്ങളാണുള്ളത്, സ്വകാര്യ അവസരങ്ങളാണുള്ളത്. അവയ്ക്ക് ശേഷം മറ്റു വേളകളിൽ നിങ്ങൾക്കാകട്ടെ അവർക്കാകട്ടെ അനുവാദം ചോദിക്കാത്തതിൽ യാതൊരു തെറ്റുമില്ല. അവർ നിങ്ങളിൽ കൂടി, അതായത് നിങ്ങളിൽ ചിലരിൽ കൂടി ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്നവരത്രേ. ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ലക്ഷ്യങ്ങളെ വിവരിച്ചു തരുന്നു. അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. നിങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പ്രായപൂർത്തി എത്തിയാൽ അവരുടെ മുമ്പുള്ള വലിയവർ സമ്മതം ചോദിച്ചതുപോലെ അവരും സമ്മതം ചോദിച്ചു കൊള്ളട്ടെ. ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് അവൻ്റെ ലക്ഷ്യങ്ങൾ വിവരിച്ചു തരുന്നു. അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. 60-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, സ്ത്രീകളിൽ നിന്ന് വാർദ്ധക്യ നിമിത്തം വിവാഹം പ്രതീക്ഷിക്കാവതല്ലാത്ത ഇരിപ്പിലായവരാകട്ടെ അവർക്ക് അവരുടെ പർദ്ദാവസ്ത്രങ്ങൾ അലങ്കാരമൊന്നും പ്രദർശിപ്പിക്കുന്നവരല്ലാത്ത നിലയിൽ എടുത്തു വെക്കുന്നതിന് തെറ്റില്ല. ചാരിത്ര സംരക്ഷണത്തിന് ശ്രമിക്കുന്നത് അവർക്ക് നല്ലതുമത്രേ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. 61-ാമത്തെ ആയത്തിൽ, നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അന്ധൻ്റെ മേൽ വിഷമമില്ല, മുടന്തൻ്റെ മേലും വിഷമമില്ല, രോഗിയുടെ മേലും നിങ്ങളുടെ സ്വന്തം പേരിലും തന്നെ വിഷമമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കളുടെ വീടുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാക്കളുടെ വീടുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരുടെ വീടുകൾ, അല്ലെങ്കിൽ സഹോദരിമാരുടെ വീടുകൾ, അല്ലെങ്കിൽ പിതൃവ്യന്മാരുടെ വീടുകൾ, അല്ലെങ്കിൽ പിതൃ സഹോദരിമാരുടെ വീടുകൾ, അല്ലെങ്കിൽ മാതൃ സഹോദരന്മാരുടെ വീടുകൾ, അല്ലെങ്കിൽ മാതൃ സഹോദരിമാരുടെ വീടുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താക്കോൽ അധീനമായിട്ടുള്ളവ, അല്ലെങ്കിൽ നിങ്ങളുടെ ചങ്ങാതിയുടേത് എന്നിവിടങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് തെറ്റില്ല എന്നർത്ഥം. നിങ്ങൾ ഒരുമിച്ചോ അല്ലെങ്കിൽ വെവ്വേറെയോ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ മേൽ തെറ്റില്ല. എന്നാൽ നിങ്ങൾ വല്ല വീടുകളിലും പ്രവേശിക്കുന്നതായാൽ നിങ്ങൾക്ക് തന്നെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാവനമായൊരു അനുഗ്രഹീതമായ ഉപചാരം എന്ന നിലയ്ക്ക് സലാം ചൊല്ലണം. ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ലക്ഷ്യങ്ങളെ വിവരിച്ചു തരികയാണ്, നിങ്ങൾ മനസ്സിരുത്തുവാൻ വേണ്ടി. 62-ാമത്തെ ആയത്തിൽ, നിശ്ചയമായും അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചവർ മാത്രമാണ് സത്യവിശ്വാസികൾ. അവർ അദ്ദേഹത്തിൻ്റെ റസൂലിൻ്റെ കൂടെ പൊതുവായ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തോട് സമ്മതം ചോദിക്കാതെ വിട്ടുപോകുന്നതല്ല. നബിയെ, നിശ്ചയമായും ആർ താങ്കളോട് സമ്മതം ചോദിക്കുന്നുവോ അക്കൂട്ടർ തന്നെയാണ് അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നവർ. അതിനാൽ അവർ തങ്ങളുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുപോകുവാൻ താങ്കളോട് സമ്മതം ചോദിക്കുന്നതായാൽ അവരിൽ നിന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് സമ്മതം കൊടുത്തുകൊള്ളുക. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. 63-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾക്കിടയിൽ വെച്ച് റസൂലിനെ വിളിക്കുന്നത് നിങ്ങളിൽ ചിലരെ വിളിക്കുന്ന പ്രകാരമാക്കരുത്. നിങ്ങളിൽ നിന്ന് ഒളിഞ്ഞുകൊണ്ട് ചോർന്നു പോകുന്നവരെ തീർച്ചയായും അള്ളാഹു അറിയുന്നതാണ്. ആകയാൽ അദ്ദേഹത്തിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർ അവർക്ക് വല്ല പരീക്ഷണവും ആപത്തും ബാധിക്കുന്നത് കരുതി കൊള്ളട്ടെ, അല്ലെങ്കിൽ അവർ കാത്തുകൊള്ളട്ടെ. 64-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അറിയുക, നിശ്ചയമായും ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് മുഴുവനും അള്ളാഹുവിൻ്റേതാകുന്നു. നിങ്ങൾ ഏതൊരു നിലയിലാണുള്ളതെന്നും അവർ, അതായത് കപടവിശ്വാസികളായുള്ളവർ, അവൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ദിവസവും അവൻ തീർച്ചയായും അറിയുന്നു. അപ്പോൾ അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി അവൻ അവരെ അറിയിക്കുന്നതാകുന്നു. അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നവനാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സൂറത്തിൻ്റെ പാരായണം കേൾക്കാം. സാധിക്കുന്ന ആളുകൾ കൂടെ പാരായണം ചെയ്യുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون الزانية والزاني فاجلدوا كل واحد منهما 100 جلدة
ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه ب4 شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم
ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم. يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين. ويبين الله لكم الآيات والله عليم حكيم. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم. يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. إن الذين يرمون المحصنات الغافلات المؤمنات لعنوا في الدنيا والآخرة ولهم عذاب عظيم. يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون. يومئذ يوفيهم الله دينهم الحق ويعلمون أن الله هو الحق المبين. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم.
ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم وليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله والذين يبتغون الكتاب مما ملكت أيمانكم فكاتبوهم إن علمتم فيهم خيرا وآتوهم مما لله الذي آتاكم ولا تكرهوا فتياتكم على البغاء إن أردنا تحصنا لتبتغوا عرض الحياة الدنيا ومن يكرهن فإن الله من بعد إكراههن غفور رحيم ولقد أنزلنا إليكم آيات مبينات ومثلا من الذين خلوا من قبلكم وموعظة للمتقين الله نور السماوات والأرض مثل نوره كمشكاة فيها المصباح في زجاجة الزجاجة كأنها كوكب دري يوقد
يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والأصوال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب أو كظلمات في بحر اللجي يغشاه موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من نور ألم تر أن الله يسبح له من في السماوات والأرض والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون ولله ملك السماوات والأرض وإلى الله المصير ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار يقلب الله الليل والنهار إن في ذلك لعبرة لأولي الأبصار والله خلق كل دابة من ماء
ومنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء إن الله على كل شيء قدير لقد أنزلنا آيات مبينات والله يهدي من يشاء إلى صراط مستقيم ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين وإذا دعوا إلى الله ورسوله ليحكم بينهم إذا فريق منهم معرضون وإن يكن لهم الحق يأتوا إليه مذعنين أفي قلوبهم مرض أم ارتابوا أم يخافون أن يحيف الله عليهم ورسوله بل أولئك هم الظالمون إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون وأقسموا بالله جهد أيمانهم لئن أمرتهم ليخرجن قل لا تقسموا طاعة معروفة إن الله خبير بما تعملون قل أطيعوا الله وأطيعوا الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير
يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء 3 عورات لكم ليس عليكم ولا عليهم جناح بعدهم طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم وإذا بلغ الأطفال منكم الحلم فليستأذنوا كما استأذن الذين من قبلهم كذلك يبين الله لكم آياته والله عليم حكيم والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ولا على أنفسكم أن تأكلوا من بيوتكم أو بيوت آبائكم أو بيوت أمهاتكم أو بيوت إخوانكم أو بيوت أخواتكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو خالاتكم أو ما ملكتم مفاتحه أو صديقكم ليس عليكم جناح أن تأكلوا جميعا أو أشتاتا فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون إنما المؤمنون الذين آمنوا بالله ورسوله وإذا كانوا معه على أمر جامع لم يذهبوا حتى يستأذنوه إن الذين يستأذنونك أولئك الذين يؤمنون بالله ورسوله فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم واستغفر لهم الله إن الله غفور رحيم لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم
ألا إن لله ما في السماوات والأرض قد يعلم ما أنتم عليه ويوم يرجعون إليه فينبئهم بما عملوا والله بكل شيء عليم. ഇതോടുകൂടെ സൂറത്ത് നൂറിൻ്റെ പഠനം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ സൂറത്തിൻ്റെ പരീക്ഷയുണ്ടാകും ഒരു 2 ദിവസങ്ങൾക്ക് ശേഷം. ഇതേ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് പരീക്ഷയുടെ ലിങ്ക് ലഭ്യമാകും. സാധിക്കുന്ന ആളുകളെല്ലാം പരീക്ഷ എഴുതുക. പരീക്ഷയിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെ മാർക്കോ കാര്യങ്ങളോ ഒന്നും വിഷയമല്ല. നമുക്ക് ആ പരീക്ഷയിൽ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പതിയാണ് ചെയ്യുക. അതുകൊണ്ട് സാധിക്കുന്ന ആളുകളെല്ലാം പരീക്ഷ എഴുതുക. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.